നിങ്ങളുടെ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിലെ ക്യാമറ ഓപ്പൺ ചെയ്താൽ ക്യാമറക്കകത്തും നിങ്ങൾക്ക് മറ്റൊരു ക്യാമറയുടെ ഐക്കൺ കാണാൻ സാധിക്കുന്നതാണ്. ഇതുകൊണ്ടുള്ള പ്രയോജനം വളരെ വളരെ വലുതാണ്. നിങ്ങളൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് എന്തെങ്കിലും തരത്തിൽ എഡിറ്റ് ചെയ്യണമെങ്കിൽ മറ്റൊരു ഫോട്ടോ എഡിറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് വേണ്ടത് എങ്ങനെയുള്ള എഡിറ്റിംഗ് ആണ് അതൊക്കെ ഇത് ചെയ്തു തരുന്നതാണ്. അതുപോലെ നിങ്ങൾ റോഡിലൂടെ നടന്നു പോകുന്ന സമയത്ത് ബോർഡിൽ ഒരു ഫോൺ നമ്പർ കാണുകയാണെങ്കിൽ അത് ടൈപ്പ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഈ ഓപ്ഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫോൺ നമ്പർ കോപ്പി ചെയ്ത് ഫോണിലേക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ മറ്റു ഭാഷകളിലുള്ള പോസ്റ്ററോ പുസ്തകങ്ങളോ എന്തുമാകട്ടെ അത് നിങ്ങൾക്ക് മലയാളത്തിൽ വായിക്കാനും നിങ്ങളെ ഈ ഓപ്ഷൻ സഹായിക്കുന്നതാണ്. ഇനി നിങ്ങൾ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു വസ്തു കാണുകയാണെങ്കിൽ അതെന്താണ് സാധനം, അതെന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, അതിന് എത്രയാണ് വില, അതെവിടെ വാങ്ങാൻ കിട്ടും എന്നുള്ള എല്ലാ കാര്യങ്ങളും നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാനും നിങ്ങൾക്ക് ഈ ഓപ്ഷൻ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ കണക്ക് കൂട്ടാൻ മുതൽ ഒരുപാട് കാര്യങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ പ്രയോജനകരമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് നമ്മുടെയൊക്കെ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിൻ്റെ ക്യാമറ ആപ്ലിക്കേഷനകത്തുള്ള ഈ ക്യാമറ ഓപ്ഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. നിങ്ങളുടെ ഫോണിലെ ക്യാമറ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ മുകൾ ഭാഗത്താണ് ഈ ഓപ്ഷൻ വരുന്നത്. ഇപ്പോൾ ഈ ഫോണിൻ്റെ ഇവിടെ തന്നെ ഉണ്ട്. ചില ഫോണിന് ഫോൺ മോഡൽ മാറുന്നതനുസരിച്ചിട്ട് ഇത് മുകളിൽ എവിടെയെങ്കിലും ഉണ്ടാവും. പക്ഷേ നമ്മുടെ ഫോൺ ഫോട്ടോ ഓപ്ഷനിലായിരിക്കണം, അതായത് വീഡിയോയിലായിരിക്കരുത്. ഫോട്ടോ എടുക്കുന്ന ഓപ്ഷനിലാണെങ്കിൽ മാത്രമേ ഈ ഓപ്ഷൻ നമുക്ക് മുകളിൽ കാണാൻ സാധിക്കുകയുള്ളൂ. ഇനി ഇത് മറ്റൊരു മൊബൈൽ ഫോണാണ്. ഇത് വീഡിയോ മോഡിലാണുള്ളത്, അതുകൊണ്ടാണ് മുകളിൽ ഓപ്ഷൻ ഇല്ലാത്തത്. ഇനി ഞാനത് ഫോട്ടോ മോഡിലേക്ക് മാറ്റുമ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഫോണിലും ആ ഓപ്ഷൻ ഇവിടെ മുകളിൽ തന്നെ ഉണ്ട്. ഇനി എത്രയൊക്കെ നോക്കിയിട്ടും നിങ്ങളുടെ ക്യാമറയ്ക്കകത്ത് ഈ ക്യാമറ ഐക്കൺ കാണുന്നില്ലെങ്കിൽ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മതി. എല്ലാ ഫോണിലും ഇത് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. ഇനി നിങ്ങൾ ഈ ക്യാമറയ്ക്കകത്തുള്ള ഈ ക്യാമറ ഐക്കണിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു ഓപ്ഷനാണ് നിങ്ങൾക്ക് ഓണായി കിട്ടുക. ഇവിടെ താഴെ ഒരുപാട് ഗംഭീര ഫീച്ചറുകളുണ്ട്. അതിൽ ആദ്യത്തെ സെർച്ച് ഓപ്ഷനിലാണ് ഉണ്ടാകുക. ഇതുകൊണ്ടുള്ള പ്രയോജനം എന്തെന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും വാക്കുകൾ എവിടെയെങ്കിലും കോപ്പി ചെയ്യണമെങ്കിൽ അത് ഫ്ലെക്സ് ബോർഡിലെ ഫോൺ നമ്പർ ആയാലും വാക്കുകളായാലും എന്തായാലും ജസ്റ്റ് ഈ ഓപ്ഷൻ ക്യാമറയിൽ ഓൺ ചെയ്ത് പിടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് കോപ്പി ചെയ്യേണ്ട ഒരു ഓപ്ഷൻ വരും. ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്ത് വാക്കും കോപ്പി ചെയ്തെടുക്കാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ ഫോൺ നമ്പർ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ഫോൺ നമ്പറിൻ്റെ അടുത്തേക്കാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കോൾ ചെയ്യേണ്ട ഓപ്ഷൻ ഇതുപോലെ കാണിക്കും. ജസ്റ്റ് ആ കോൾ ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് കോൾ ചെയ്യേണ്ട ഓപ്ഷൻ ലഭിക്കുന്നതാണ്. ഇനി കോപ്പി ചെയ്താൽ മതിയെങ്കിൽ കോപ്പി ചെയ്തിട്ടും നമുക്ക് കോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി എന്തെങ്കിലും സാധനത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ജസ്റ്റ് അതിന് നേരെ ഇതുപോലെ ക്യാമറ പിടിച്ചാൽ ഈ സെർച്ച് ബട്ടൺ കാണാം. ഇവിടെ സെർച്ച് ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതെന്താണോ പ്രോഡക്റ്റ്, അതിന് എത്രയാണ് വില, അതെവിടെ വാങ്ങാൻ കിട്ടും എന്നുള്ള എല്ലാ വിവരങ്ങളും നമുക്ക് ഇതുപോലെ സെർച്ച് ചെയ്ത് റിസൾട്ട് ലഭിക്കുന്നതാണ്. ഇനി ഫ്ലിപ്കാർട്ടിൽ നിന്ന് അത് വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. ഇതുപോലെ നമുക്ക് ഏതൊരു പ്രോഡക്റ്റിൻ്റെയും മൊത്തം ചരിത്രം ഇതുപോലെ കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ഇനി എന്തെങ്കിലും കണക്കുകൾ ഉണ്ടെങ്കിൽ അത് എത്ര ചെറിയ കണക്കായാലും എത്ര വലിയ കണക്കായാലും ഇതുപോലെ ക്യാമറയ്ക്ക് നേരെ പിടിച്ചു കഴിഞ്ഞാൽ സോൾവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ വരുന്നത് കാണാം. ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ കൃത്യമായ ആൻസർ എത്രയാണ്, അതിൻ്റെ റൂട്ട് എങ്ങനെയാണ് പോകേണ്ടത്, എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് തന്നെ ലഭിക്കുന്നതാണ്. ഇനി ഇതിൽ രണ്ടാമതായി ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണുള്ളത്. ഇത് ഗൂഗിൾ ട്രാൻസ്ലേറ്ററിനകത്തുള്ള ഓപ്ഷൻ തന്നെയാണ്. നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ അത് നേരെ ക്യാമറയ്ക്ക് നേരെ പിടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ഏത് ലാംഗ്വേജ് ആയിരുന്നു അത് ആദ്യം സെലക്ട് ആവും. ഇനി അത് രണ്ടാമത്തെ ലാംഗ്വേജ് നമ്മൾ സെലക്ട് ചെയ്യണം കേട്ടോ, നമുക്ക് ഏത് ലാംഗ്വേജിലേക്കാണ് മാറ്റേണ്ടതെന്ന്. ഞാനിപ്പോൾ മലയാളം സെലക്ട് ചെയ്തതുകൊണ്ട് ആ ഇംഗ്ലീഷ് യൂസർ മാനുവലിലുള്ള ഇംഗ്ലീഷ് എനിക്ക് മലയാളമായിട്ട് നിങ്ങൾക്ക് കാണാം. ഇതുപോലെ ഏത് ഭാഷയും നമുക്ക് ഏത് ഭാഷയിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഇതിനകത്ത് ലൈവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഇത് പുതിയ മൊബൈൽ ഫോണിൽ മാത്രമേ ലഭിക്കൂ കേട്ടോ, പഴയ മൊബൈൽ ഫോണിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല. ഇതിനെ കൊണ്ടുള്ള പ്രയോജനം ജസ്റ്റ് നിങ്ങൾ ഇതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഒരു ലൈവ് ക്യാമറയാണ് നിങ്ങൾക്ക് ഓപ്പൺ ആയി വരിക. പിന്നെ നിങ്ങൾക്ക് ക്യാമറയിലൂടെ എന്തിനെക്കുറിച്ചിട്ടും കാണിച്ചു കൊടുത്ത് ചോദ്യം ചോദിക്കാവുന്നതാണ്. എന്താണ് സംശയങ്ങൾ അത് ചോദിച്ചാൽ കൃത്യമായ മറുപടി നമുക്ക് ലഭിക്കുന്നതാണ്. പിന്നെ ഇപ്പോൾ ഇതിൽ ഹിന്ദി ഇംഗ്ലീഷ് മാത്രമേ സപ്പോർട്ടുള്ളൂ. നമ്മൾ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ചോദിച്ചാൽ മാത്രം അത് ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ മറുപടി പറയും. ഭാവിയിൽ മലയാളം സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇപ്പോഴെന്തായാലും ഈ രണ്ട് ഭാഷ മാത്രമേ ഇതിനകത്തുള്ളൂ. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ये साइन बोर्ड में क्या लिखा है? बोर्ड पर लिखा है अटेंशन, दिस एरिया इज मॉनिटर्ड बाय सीसीटीवी, जिसका मतलब है ध्यान दे, इस क्षेत्र की निगरानी सीसीटीवी द्वारा की जा रही है. ഇനി അവസാനമായി നിങ്ങൾക്ക് ഇവിടെ ഒരു ബനാനയുടെ ചിത്രം കാണാൻ സാധിക്കുന്നതാണ്. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ് ഓപ്പൺ ആയി വരിക. നിങ്ങൾക്ക് ഫ്രണ്ട് ക്യാമറയായാലും ബാക്ക് ക്യാമറയായാലും നിങ്ങളൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ തത്സമയം അതിൻ്റെ പശ്ചാത്തലം നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ മാറ്റാം, അല്ലെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ എന്തെങ്കിലും ഒക്കെ എഴുതണമെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ആ ഫോട്ടോയിൽ മാറ്റം വരുത്തേണ്ടത് അത് ജസ്റ്റ് നിങ്ങൾ അവിടെ പ്രോംപ്റ്റ് ആയിട്ട് എഴുതാം. ഞാനിപ്പോൾ മലയാളത്തിൽ തന്നെയാണ് എഴുതുന്നത്.
വന്നത് ഇതിൻ്റെ പശ്ചാത്തലം മാറ്റിയിട്ട് താജ്മഹലിൻ്റെ പശ്ചാത്തലം കൊടുക്കണം എന്നെഴുതി ഞാൻ സെൻഡ് ചെയ്യുന്ന സമയത്ത് അല്പസമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാം എൻ്റെ ആ ഒറിജിനൽ പശ്ചാത്തലം മാറിയിട്ട് താജ്മഹലിൻ്റെ പശ്ചാത്തലം എനിക്ക് വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഫോട്ടോയിൽ എന്തു മാറ്റവും ഇതിനകത്ത് നിന്ന് വരുത്താൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് വേറെയും ഓപ്ഷൻ ഉണ്ട് കേട്ടോ. നമുക്ക് പല രീതിയിൽ ഗാലറിയിൽ നിന്ന് പോലും ഫോട്ടോ എടുത്തിട്ട് എഡിറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ ഇതിനകത്തുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇനി ഇങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങളുടെ ക്യാമറ ആപ്ലിക്കേഷനകത്ത് കാണുന്നില്ലെങ്കിൽ ഫേസ്ബുക്കിലുള്ളവർക്ക് കമൻറ്റ് ബോക്സിലും യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലൊരു വെബ്സൈറ്റ് ഓൺ ആയി കിട്ടും. നിങ്ങൾ സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോയാൽ ഡൗൺലോഡ് ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷനാണ്. പിന്നീട് നിങ്ങൾക്ക് ക്യാമറക്കകത്ത് ഈ ഓപ്ഷൻ ലഭിക്കില്ല എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ്റെ രൂപത്തിൽ ഫോണിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. സമാനമാണ്, ഒരു മാറ്റവും ഉണ്ടാവില്ല. ഈ എല്ലാ ഓപ്ഷനും നിങ്ങൾക്കും നിങ്ങളുടെ ഫോണിൽ ആപ്ലിക്കേഷൻ വഴി ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.